Good morning, students. ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 8 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ 9ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയണം. ഡെവലപ്മെന്റ് ദാറ്റ് വിൽ അലൗ ഓൾ ഫ്യൂച്ചർ ജനറേഷൻസ് to have a potential average quality of life that is at least as high as that which is being enjoyed by the current generation. അതായത് അതിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള മനുഷ്യ തലമുറ അനുഭവിക്കുന്ന റിസോഴ്സസ്, വിഭവങ്ങൾ നശിക്കാതെ വരും തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കത്തക്കതായിട്ട് നിലനിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റിനെയാണ്, വികസനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട്, അതൊരു സെന്റൻസ് പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാകുന്നതിന് നമ്മൾ എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ തന്ത്രം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. എനർജിയുടെ നോൺ കൺവെൻഷണൽ, പരമ്പരാഗതമല്ലാത്ത ഊർജ ഉറവിടങ്ങളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തന്ത്രമായിട്ട് പറയുന്നത്. India, as you know, is hugely dependent on thermal and hydro power plants to meet its power needs. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞു, ഏകദേശം 67% തെർമൽ പവറും പിന്നെ ഏകദേശം 10-12 ടീച്ചർക്ക് ശരിക്കും ഓർമ്മയില്ല, ഹൈഡ്രോ പവർ പ്ലാന്റുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോത്ത് ഓഫ് ദീസ് ഹാവ് അഡ്വേഴ്സ് എൻവയൺമെന്റൽ ഇമ്പാക്ട്സ്. ഇത് നമ്മുടെ പരിസ്ഥിതിയെ തകർക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. തെർമൽ പവർ പ്ലാന്റ് emit large quantities of carbon dioxide which is a greenhouse gas. തെർമൽ പവർ പ്ലാന്റിന് കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ പുറന്തള്ളപ്പെടുകയും ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അത് ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാകും. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ഫ്ലൈ ആഷ് വിച്ച് ഇഫ് നോട്ട് യൂസ്ഡ് പ്രോപ്പർലി ക്യാൻ കോസ് പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ്, ലാൻഡ് ആൻഡ് അതർ കമ്പോണൻസ് ഓഫ് ദ എൻവയൺമെന്റ്. അത് മാത്രമല്ല ഇതിൽ നിന്നും പുറത്തു പോകുന്ന ചാരം ഭയങ്കര പൊല്യൂഷന് വളരെയധികം കാരണമാകുന്നതാണ്. ജലമലിനീകരണവും പിന്നെ ലാൻഡ് മലിനീകരിക്കപ്പെടും, പിന്നെ പരിസ്ഥിതിയുടെ മറ്റെല്ലാ ഘടകങ്ങളെയും ഇത് മലിനപ്പെടുത്തും. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് inundate forests and interfere with the natural flow of water in catchment areas and the river basins. നമ്മുടെ ജലവൈദ്യുത പദ്ധതികളൊക്കെ എന്താ സംഭവിക്കുക? വലിയ ഡാമുകളൊക്കെ കെട്ടുന്ന സമയത്ത് ഫോറസ്റ്റ് ഒക്കെ, വലിയ ഫോറസ്റ്റ് നിബിഡ വനങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നതിനും ജന്തുജീവികളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്നതിനും ഒക്കെ കാരണമാകും. അത് മാത്രമല്ല ഒരു നദിയുടെ നാച്ചുറൽ ഫ്ലോനെ, സ്വാഭാവികമായ ഗതിയെ നമ്മൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. വിൻഡ് പവർ ആൻഡ് solar rays are good examples of conventional but cleaner and greener energy sources. ക്ലീനർ, പിന്നെ ഈ വിൻഡ് പവറും സോളാർ റേസും ഒക്കെ ക്ലീനർ ആൻഡ് ഗ്രീനർ എനർജി സോഴ്സസ് ആണ്, ക്ലീൻ ആയിട്ടുള്ള ഊർജ ഉറവിടങ്ങളാണ്. പക്ഷേ ഇറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ എക്സ്പ്ലോർഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഡ്യൂ ടു ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ ഡിവൈസ്. ടെക്നോളജിക്കൽ സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ സാധ്യമായിട്ടില്ല, അതൊന്നും വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യമായിട്ടില്ല, ലാർജ് സ്കെയിലിൽ വൻകിട രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യമായിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് പകരം ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നില് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? LPGയും ഗോബർ ഗ്യാസും. ഹൗസ് ഹോൾഡ്സ് ഇൻ റൂറൽ ഏരിയാസ് ജനറലി യൂസ് വുഡ്, ഡങ് കേക്ക്. വുഡ് എന്ന് പറഞ്ഞാല് വിറക്, ഡങ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചാണകവറലി, ചാണകം ഉണക്കിയത്. ആൻഡ് അതർ ബയോമാസ് ആസ് ഫ്യൂൽ. പിന്നെ നമ്മൾ വൈക്കോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് പ്രാക്ടീസ് ഹാസ് സെവറൽ അഡ്വേഴ്സ് ഇഫക്റ്റ്. ഇത് വളരെയധികം ദോഷകരമായി, പല രീതിയിൽ നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. അത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഡിഫോറസ്റ്റേഷൻ, വനങ്ങളൊക്കെ വെട്ടിമുറിക്കപ്പെടും വിറകിന് വേണ്ടി. റിഡക്ഷൻ ഇൻ ഗ്രീൻ കവർ, നമ്മുടെ നേച്ചറിന്റെ ഗ്രീൻ കവറിനെ നശിപ്പിക്കും.
പിന്നെ വേസ്റ്റേജ് ഓഫ് കാറ്റിൽ ഡങ് ആൻഡ് എയർ പൊല്യൂഷൻ. ഈ കാറ്റിൽ ഡങ് ഉപയോഗിച്ച് നമ്മൾ പിന്നെ കത്തിക്കുന്നത് എയർ പൊല്യൂഷന്, വായു മലിനീകരണത്തിന് കാരണമാകും. അപ്പൊ ഇതിനൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? സബ്സിഡൈസ്ഡ് LPG ഈസ് ബീങ് പ്രൊവൈഡഡ്. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പൊ സബ്സിഡൈസ്ഡ് റേറ്റിൽ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ഇൻ എഡീഷൻ ഗോബർ ഗ്യാസ് പ്ലാന്റ്സ് ആർ ബീങ് പ്രൊവൈഡഡ് ത്രൂ ഈസി ലോൺസ് ആൻഡ് സബ്സിഡീസ്. നമുക്ക് പറയാം ഈ ഗോബർ ഗ്യാസ് മിക്കവാറും വീടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിൽ അവർക്ക് പിന്നെ എന്താ പറയാ കാറ്റിൽ ഉണ്ടാവും, പശുക്കളും പിന്നെ എരുമകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കാറ്റിൽ ഡങ്, അതിന്റെ ഈ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗോബർ ഗ്യാസ് പ്ലാന്റിനുള്ള സബ്സിഡി ഒക്കെ കൊടുത്ത് ഗവൺമെന്റ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾസോ എനർജി വേസ്റ്റേജ് ഈസ് മിനിമൈസ്ഡ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനർജി വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫോർ ദ ഗോബർ ഗ്യാസ് plant to function, cattle dung is fed to the plant and gas is produced which is used as fuel, while the slurry which is left over is a very good organic fertilizer and soil conditioner. അപ്പോൾ ഈ cattle dung ഉപയോഗിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള സ്ലറി എന്ന് പറയുന്ന ആ സാധനം നല്ലൊരു എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതുമായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതാണ് നമ്മൾ റൂറൽ ഏരിയസിൽ നടപ്പിലാക്കുന്നത്. CNG in urban areas. In Delhi, the use of compressed natural gas as fuel in public transport system has significantly lowered air pollution and the air has become cleaner. ഈ പിന്നെ CNG ഉപയോഗിക്കുന്നത് കൊണ്ട് എയർ പൊല്യൂഷൻ, വായു മലിനീകരണം കുറയ്ക്കുകയും അവിടുത്തെ വായു കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ഡൽഹിയിലത്തെ കാര്യമാണ് പറയുന്നത്. In the last few years, many other Indian cities also began to use CNG. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല ഇന്ത്യൻ സിറ്റീസിലും എന്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? CNG ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളിലാണ് ഈ പറയുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലും മറ്റു വാഹനങ്ങളിലൊക്കെ. അടുത്തത് വിൻഡ് പവർ. ഇൻ ഏരിയാസ് വെർ ദ സ്പീഡ് ഓഫ് വിൻഡ് ഈസ് യൂഷ്വലി ഹൈ, വിൻഡ്മിൽസ് ക്യാൻ പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി വിതൗട്ട് എനി അഡ്വേഴ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവയൺമെന്റ്. ധാരാളമായിട്ട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ, പിന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. നമ്മൾ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല കാറ്റാണ്, അവിടെയൊക്കെ വിൻഡ് മില്ലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വിൻഡ് ടർബൈൻസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ്, തുടക്കത്തിലുള്ള ചെലവ് വളരെ ഹൈ ആണ്. പക്ഷേ ബട്ട് ദ ബെനിഫിറ്റ്സ് ആർ സച്ച് ദാറ്റ് ഹൈ കോസ്റ്റ് ഗെറ്റ് ഈസിലി അബ്സോർബ്ഡ്. അത് പിന്നെ അതിന്റെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ, യാതൊരു മലിനീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആദ്യം വരുന്ന ചെലവ് ഇവിടെ ന്യായീകരിക്കത്തക്കതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് solar power through photovoltaic cells. India is naturally endowed with a large quantity of solar energy in the form of sunlight. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ നമ്മൾക്ക് നല്ല സോളാർ പവർ, സോളാർ എനർജി നമുക്ക് കിട്ടും, സൺലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വി യൂസ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ്. ഫോർ എക്സാമ്പിൾ, വി ഡ്രൈ അവർ ക്ലോത്ത്സ്, ഗ്രെയിൻസ്, അതർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആസ് വെൽ ആസ് വേരിയസ് ഐറ്റംസ് മെയ്ഡ് ഫോർ ഡെയിലി യൂസ്. പലതും ഉണക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സൺലൈറ്റ്. വി ഓൾസോ യൂസ് സൺലൈറ്റ് ടു വാം അവർ സെൽസ് ഇൻ വിന്റർ. വിന്ററിൽ നമ്മൾക്ക് ചൂട് വരാൻ വേണ്ടി എല്ലാവരും പുറത്തിരുന്ന് വെയിൽ കൈയാണ് ചെയ്യുക. പ്ലാന്റ്സ് യൂസ് സോളാർ എനർജി ടു പെർഫോം ഫോട്ടോസിന്തസിസ്. സസ്യങ്ങള് ഫോട്ടോസിന്തസിസ് ഈ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം അവർ നടത്തുന്നുണ്ട്. നൗ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോവോൾട്ടൈക് സെൽസ്, ഈ ഫോട്ടോവോൾട്ടൈക് സെൽസ് ഉപയോഗിച്ചിട്ട് സോളാർ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഈ സൗരോർജത്തെ എന്താക്കി മാറ്റാൻ സാധിക്കുന്നു? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നു. These cells use special kind of materials to capture solar energy and then convert the energy into electricity. ഇവിടെ ഈ ഫോട്ടോവോൾട്ടൈക് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക തരം സെല്ലുകൾ ഉപയോഗിച്ചിട്ട് ഈ സോളാർ എനർജിയെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നു. This technology is extremely useful for remote areas and for places where supply of power through grid or power lines is either not possible or proves very costly. ഇത് എങ്ങനെ
എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണെന്നറിയാം, വളരെ റിമോട്ട് ആയിട്ടുള്ള ദൂരെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് നല്ലതാണ്. മറ്റു സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈനിലൂടെ പിന്നെ ഇലക്ട്രിസിറ്റി എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ പിന്നെ സൗരോർജ്ജം ഉപയോഗിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ദിസ് ടെക്നിക് ഈസ് ഓൾസോ ടോട്ടലി ഫ്രീ ഫ്രം പൊല്യൂഷൻ. യാതൊരു തരത്തിലുള്ള മലിനീകരണവും ഉണ്ടാകുന്നില്ല. ഇൻ റീസെന്റ് ഇയേഴ്സ് ഇന്ത്യ is taking efforts to increase the power generation through solar. India is also leading an international body called International Solar Alliance. International Solar Alliance എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ ലീഡർ ആണ് ഇന്ത്യ. ഇനി അടുത്തത് ഈ മിനി ഹൈഡൽ പ്ലാന്റ്സ്, ചെറിയ ചെറിയ ജലവൈദ്യുത പദ്ധതികളാണ്. ഇൻ മൗണ്ടനസ് റീജിയൻ സ്ട്രീംസ് ക്യാൻ ബി ഫൗണ്ട് ഓൾമോസ്റ്റ് എവ്രിവെയർ. ഈ കുന്നിൻ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ അരുവികളൊക്കെ എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കും. എ ലാർജ് പെർസെന്റേജ് ഓഫ് സച്ച് സ്ട്രീംസ് ആർ പെരീനിയൽ. അതായത് മഴക്കാലത്ത് ഇത് ഉണ്ടാവും, വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് അത് വറ്റിപ്പോവും. അങ്ങനത്തെ ഇതാണ് ഇതൊക്കെ, ഈ സ്ട്രീംസ് ഒക്കെ. മിനി ഹൈഡൽ പ്ലാന്റ്സ് യൂസ് ദ എനർജി ഓഫ് സച്ച് സ്ട്രീംസ് ടു മൂവ് സ്മോൾ ടർബിൻസ്. The turbines generate electricity which can be used locally. Such power plants are more or less environment friendly as they do not change the land use pattern in the areas where they are located. ഇത് ഈ മിനി ഹൈഡൽ പ്ലാന്റ്സ് ആണ് ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ കെട്ടിയിട്ട് ഈ പിന്നെ സ്ട്രീം ഉണ്ടല്ലോ, അരുവിയെ തടഞ്ഞു നിർത്തിയിട്ട് ആ പവർ കൊണ്ട് ടർബിൻസ് പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെയാണ് മിനി ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് ആ പ്രദേശത്തെ വെള്ളത്തിൽ ആഴ്ത്തിയോ അങ്ങനത്തെ ഒരു പ്രശ്ന, ആ പ്രദേശത്തിന് യാതൊരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൊക്കെ, ചെറിയ പർവ്വത പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ മിനി ഹൈഡൽ പ്ലാന്റ്സ് നല്ലൊരു പദ്ധതിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള. അടുത്ത രണ്ടാമത്തെ, അപ്പൊ ഫസ്റ്റിലുള്ള നമ്മൾ എങ്ങനെയാണ് എന്താ പറയാ നോൺ കൺവെൻഷണൽ എനർജീസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു. അടുത്തത് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ്. നമ്മളുടെ പൂർവികര് അവരുടെ അറിവുകൾ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിട്ടാണ്, പ്രകൃതിക്ക് യാതൊരു ദോഷവും സംഭവിക്കാതെ ഇണങ്ങി ചേർന്നിട്ടാണ് കഴിഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരമ്പരാഗതമായ അറിവുകള് നമ്മളും ഉപയോഗിക്കുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണലി ഇന്ത്യൻ പീപ്പിൾ ഹാവ് ബീൻ ക്ലോസ് ടു ദെയർ എൻവയൺമെന്റ്. നമ്മുടെ പരിസ്ഥിതിയുമായി വളരെ ഇണങ്ങിയിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ദേ ഹാവ് ബീൻ മോർ എ കമ്പോണന്റ് ഓഫ് ദ എൻവയൺമെന്റ് ആൻഡ് നോട്ട് ഇറ്റ്സ് കൺട്രോളർ. അപ്പൊ നമ്മൾ അതിന്റെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു ഘടകമായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. If we look back at our agriculture system, healthcare system, housing, transport, etc., we find that all practices have been environment friendly. പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ എല്ലാ തരത്തിലും ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. Only recently have we drifted away from the traditional system and caused large social damage to the environment and also to our rural heritage. നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമീണ പരിസ്ഥിതിയൊക്കെ തകരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തായിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ഹെൽത്ത് കെയർ. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. ഇന്ത്യ ഈസ് വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് അബൌട്ട് 15,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ഏകദേശം 15,000 ചെടികൾ, ആയുർവേദത്തിന് ഉപയോഗിക്കുന്ന ചെടികൾ നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. About 8,000 of these are in regular use in various systems of treatment including the folk tradition. With the sudden onslaught of the western system of treatment, we ignored our traditional systems such as Ayurveda, Unani, Tibetan and folk systems. അപ്പൊ നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ആയുർവേദി, യുനാനി ഒക്കെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്തത് ഈ പുതിയ സിസ്റ്റം വന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഈ പഴയ ആയുർവേദയൊക്കെ പുനരുജ്ജീവിപ്പിച്ച് എടുക്കണം. These healthcare systems are in great demand again for treating chronic health problems. ഇപ്പൊ പല ഹെൽത്ത് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ഇപ്പോഴത്തെ പണ്ടത്തെ രീതി നല്ലതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. Nowadays every cosmetic produce, hair oil, toothpaste, body lotion, face cream and what not is herbal in composition. എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഇപ്പൊ ഡിമാൻഡ് ഉള്ളതിന് എന്തിനാണ്? ഹെർബൽ പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് ഉള്ളത്.
ചെടികൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ. നോട്ട് ഓൺലി ആർ ദീസ് പ്രൊഡക്ട്സ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി, ദേ ആർ റിലേറ്റീവ്ലി ഫ്രീ ഫ്രം സൈഡ് ഇഫക്ട്സ്. ഇത് നമ്മുടെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹാർദ്ദപരമായതാണെന്ന് മാത്രമല്ല ഇതിന് സൈഡ് ഇഫക്ട്സ് ഒന്നും യാതൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മൂന്നാമത്തത് ബയോ കമ്പോസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ വളങ്ങൾ ഉണ്ടാക്കുന്നത്? ഇൻ അവർ ക്വസ്റ്റ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 5 decades or so, we almost totally neglected the use of compost and completely switched over to chemical fertilizers. നമ്മള് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ കാലം തൊട്ടിട്ട് നമ്മുടെ കമ്പോസ്റ്റിനെ ഒക്കെ മറന്നുപോയി. നമ്മൾ എന്നിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്താണ്, നമ്മുടെ മണ്ണിനെയും ജലത്തിനെയും ഒക്കെ വിഷമയമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. വാട്ടർ ബോഡീസും ഇൻക്ലൂഡിങ് ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം, വെള്ളം, അതായത് കിണറിൽ വരെ നമുക്ക് എന്താണ് കെമിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും എന്തിലേക്ക് പോവുകയാണ്? ബയോ കമ്പോസ്റ്റിംഗിലേക്ക് പോവുകയാണ്. ഫാമേഴ്സ് ഇൻ ലാർജ് നമ്പേഴ്സ് ഓൾ ഓവർ ദ കൺട്രി ഹാവ് അഗെയിൻ സ്റ്റാർട്ടഡ് യൂസിങ് കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. പിന്നെ നമ്മളുടെ ബയോ വേസ്റ്റ് ഉപയോഗിച്ചിട്ട്, ഓർഗാനിക് വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ധാരാളമായിട്ട് കമ്പോസ്റ്റ് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ധാരാളമായിട്ട് ബയോ കമ്പോസ്റ്റിംഗിലേക്ക് നമ്മൾ തിരിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ബയോ കമ്പോസ്റ്റിംഗ് ഒരിക്കലും നമ്മളുടെ പരിസ്ഥിതിയെയോ അത് മാത്രമല്ല ഈ ഫുഡ് ഉപയോഗിക്കുന്ന നമ്മളുടെ ശരീരത്തെയോ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല എന്നതുകൊണ്ട്. earthworms can convert organic matter into compost faster than normal composting process. This process is now being widely used. മണ്ണിര കമ്പോസ്റ്റ് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ഗവൺമെന്റ് അതോറിറ്റീസ് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അടുത്ത നാലാമത്താണ് ബയോ പെസ്റ്റ് കൺട്രോൾ. നമ്മൾ ഇൻസെക്ടിസൈഡ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ബയോ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് with the advent of green revolution, the entire country entered into a frenzy to use more and more chemical fertilizers for higher yield. Soon the adverse impacts began to show. Food products were contaminated. ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫുഡ് പ്രൊഡക്ട്സിൽ എന്ത് കെമിക്കൽസ്, ദോഷകരമായ കെമിക്കൽസ് അടങ്ങാൻ തുടങ്ങി. സോയിൽ, വാട്ടർ ബോഡീസ്, ഈവൻ ഗ്രൗണ്ട് വാട്ടർ വെർ പൊല്യൂട്ടഡ്. നമ്മുടെ മണ്ണും ജലവും ഒക്കെ വിഷമയമായി മാറി. ഈവൻ മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ് വെർ ഫൗണ്ട് ടു ബി കണ്ടാമിനേറ്റഡ്. നമ്മുടെ പാലും മാംസവും മത്സ്യവും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറി. ടു മീറ്റ് ദിസ് ചാലഞ്ച്, എഫേർട്സ് ആർ ഓൺ ബീങ് ടു ബ്രിങ് ഇൻ ബെറ്റർ മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ. നമ്മൾ പരിസ്ഥിതി സൗഹാർദ്ദമായ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സിലേക്ക് നമ്മൾ മാറി തുടങ്ങി ഈ അടുത്ത കാലത്തായിട്ട്. അതാണ് നമ്മൾ പ്ലാന്റ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള, അതായത് നീം ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൽ നിന്നും, വേപ്പില കഷായം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇത് ഉപയോഗിച്ചിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. Several types of pest controlling chemicals have been isolated from neem and these are being used. Mixed cropping and growing different crops in consecutive years on the same land have also helped farmers. അതുകൂടാതെ മിക്സ്ഡ് ക്രോപ്പിംഗ്, പലതരം വിളകൾ ഇടകലർത്തി കൃഷി ചെയ്യുക. അതുപോലെ ഒരു കൊല്ലം ഒരു വിളയാണെങ്കിൽ അടുത്ത കൊല്ലം വേറൊരു വിള കൃഷി ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മണ്ണിനെ പിന്നെന്താ പറയുക, വിഷമുക്തമാക്കാനും അതുപോലെ പെസ്റ്റുകളിൽ നിന്നും, കീടങ്ങളിൽ നിന്നും മുക്തമാക്കാനും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇൻ അഡീഷൻ, അവയർനെസ് ഈസ് സ്പ്രെഡിങ് അബൌട്ട് വേരിയസ് അനിമൽസ് ആൻഡ് ബേർഡ്സ് വിച്ച് ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് പെസ്റ്റ്. പിന്നെ അതായത് പെസ്റ്റിനെ കൊന്നു തിന്നുന്ന മറ്റു ചില മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്നേക്സ് ആർ വൺ ഓഫ് ദ പ്രൈം ഗ്രൂപ്പ് ഓഫ് അനിമൽസ് വിച്ച് പ്രേ അപ്പോൺ റാറ്റ്സ്, മൈസ് ആൻഡ് വേരിയസ് അതർ പെസ്റ്റ്. എലികളെയൊക്കെ കൊന്നു തിന്നതാണ് എന്ത്, സ്നേക്സ്. സിമിലർലി ലാർജ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്, ഫോർ എക്സാമ്പിൾ owls and peacocks prey upon vermin and pests. owlsum peacocksum മൂങ്ങകളും മയിലുകളും ഒക്കെ ഈ കൃഷി നശിപ്പിക്കുന്ന പലതരം കീടങ്ങളെ തിന്നുന്ന ബേർഡ്സ് ആണ്. If these are allowed to dwell around agricultural areas, they can clear large variety of pests including insects. അപ്പൊ ഇങ്ങനെയുള്ള ബേർഡ്സും ആനിമൽസും ഒക്കെ നമ്മുടെ അഗ്രികൾച്ചറൽ ഏരിയയിൽ അവരെ താമസിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിളകൾക്കും കൂടി സഹായകരമായി മാറും എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഇന്നത്തെ മോഡേൺ വേൾഡിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇതൊരു എസ്സേ, ഇമ്പോർട്ടന്റ് എസ്സേ ആണ്, നിങ്ങൾ പഠിക്കണം, പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ഒരു എസ്സേ ആണ്. ഓക്കെ.